വിനോദയാത്രയ്ക്കിടെ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികളായ 5 പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഖത്തറിൽ തന്നെയാണ് താമസം. കഴിഞ്ഞ ദിവസമാണ് കെനിയയിലേക്ക് ഒരു ടൂർ പോയത്. അവിടെ വെച്ചുണ്ടായ അപകടത്തിലാണ് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടാൻ സംഭവിച്ചത്. അപ്പം മകൻ ചെറിയൊരു ഇഞ്ചുറി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. മകന് വേറെ പ്രശ്നമൊന്നുമില്ല. മരുമകളും അതുപോലെ തന്നെ കുട്ടി 1.5 വയസ്സുള്ള മകളും മരണപ്പെട്ടു. അപ്പം മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നോർക്ക ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ MLAയും അതേ വകുപ്പ് മന്ത്രിയും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രവാസി കാര്യ വകുപ്പും ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസി മുൻ ചെയർമാൻ KV അബ്ദുൽ ഖാദറുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ ആവശ്യമായ ഇടപെടലുകൾ അവിടെ നിന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കേരള സമാജത്തിൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇത് നേരിട്ട് ഇങ്ങോട്ടാണോ കൊണ്ടുവരിക അതോ എന്തെങ്കിലും തീരുമാനം? അതിൻ്റെ ഒരു പൂർണ്ണ തീരുമാനം ആയിട്ടില്ല. ഇവരുടെ ഈ കുട്ടിയുടെ വീട് മൂവാറ്റുപുഴയാണ്. ഇത് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടാണ്. ഒരു വർഷങ്ങളായി അവിടെ ഖത്തറിൽ തന്നെയാണ്. ഇവിടുത്തെ ഗ്രഹനാഥൻ അനീഫ ഹാജി ഫാമിലിയായിട്ട് ഖത്തറിൽ താമസമായിട്ട് അവനും അവിടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിപ്പോൾ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുള്ള ബോഡി വരുന്ന മുറക്ക് എന്ത് വേണം എന്നുള്ളത് അപ്പോൾ ആലോചിച്ച് പറയും എന്നാണ് അനീഫ ഹാജിയും അതുപോലെ തന്നെ അനുജനും ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ ഇവരായിട്ട് നേരത്തെ ഇവരൊക്കെ കണ്ട് കൂടുതൽ അവർ പുറത്തായിരുന്നത് കാരണം എനിക്ക് അവരായിട്ട് അധികം അടുപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ഫാമിലിയായിട്ട് വളരെയധികം ക്ലോസ് ആണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അറിഞ്ഞപ്പോൾ ഇവർക്ക് 2 തറവാട്ട് പേര് ഉണ്ട്. പൊക്കാക്കില്ലത്ത് മടക്കായിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട് വന്നപ്പോഴാണ് ഞാൻ അവിടെ ബന്ധുവിനെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അവർ വിവരങ്ങൾ കൺഫേം ചെയ്ത് പറയുമായിരുന്നു ഇന്നലെ തന്നെ. ഇവര് നാട്ടിൽ വന്നു പോയിട്ട് അധികമായിട്ടുണ്ടോ? നാട്ടിൽ ഇപ്പം ഈ ഉപ്പയുടെ ഓപ്പറേഷന് മോനൊന്ന് വന്നു പോയി. മോൻ മാത്രമേ വന്നു പോയിട്ടുള്ളൂ. പിന്നെ മോളും കുഞ്ഞും ഒക്കെ വന്നിട്ട് ഒരു കൊല്ലത്തോളം ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പല ന്യൂസിലും കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മുടെ ഇവിടെ സംഭവിക്കുന്നു, ഇപ്പോൾ അടുത്ത് തന്നെ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമുണ്ട്. ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ. ഇപ്പോൾ ഒരാൾ നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് ഇവിടുത്തെ CPIയുടെ നേതാവ് ഇന്നലെ 2 ദിവസം മുന്നേ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ നിൽക്കുന്ന യോഗത്തിലാണ്. അപ്പോൾ നമ്മളിതൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ TV ന്യൂസിൽ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളാനൊരു പ്രയാസമുണ്ട്. ഒന്ന് കഴിഞ്ഞ് ഒന്നെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെമ്പറുടെയും ഏരിയ സെക്രട്ടറിയുടെയും പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ഇപ്പോൾ ജസ്നയുടെ വീട്ടിൽ നിന്നും MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, വളരെ നടുക്കത്തോടെയാണ് ആ നാടും നാട്ടുകാരും ഒക്കെ ഈ വാർത്ത കേട്ടിട്ടുള്ളത്. നമ്മളും അതേപോലെ തന്നെയാണ്. കാരണം വിനോദയാത്രയ്ക്കായിട്ട് പോയ മലയാളികളാണ്. വളരെ പെട്ടെന്നാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നതും മരണം ഉണ്ടാകുന്നതും. ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലും അപ്ഡേഷൻസ് ലഭിച്ചിട്ടുണ്ടോ? അതായത് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് വീട്ടുകാർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഈ മരണത്തിന് ശേഷം എങ്ങനെയാണ് ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനുവേണ്ട നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജസ്നയുടെ വീട്ടിന് മുൻപിലാണ്. അതായത് ജസ്നയുടെ വീട്ടുകാരുണ്ട്. അതായത് ഇത് ജസ്നയുടെ ഭർത്താവ് മുഹമ്മദിൻ്റെ വീടാണ്. മുഹമ്മദും കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ വാപ്പ ഹനീഫയുടെ ഈ ചില ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നു പോയത്. അതിനുശേഷം ഏകദേശം 1 വർഷം മുൻപാണ് ജസ്നയും ജസ്നയുടെ മകൾ മെഹറിനും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ഈ ഖത്തറിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹവും അതുപോലെ തന്നെ ഭാര്യയും കുട്ടിയും ഒക്കെ തന്നെ അവിടെ സ്ഥിരതാമസമാണ്, ഖത്തറിൽ സ്ഥിരതാമസമാണ്. അതിനിടയിലാണ് ഈ അവധിക്കാലം വന്ന സമയത്ത് അവിടെ നിന്നും കെനിയയിലേക്ക് ഒരു വിനോദയാത്ര പോയത്. അവിടെ വെച്ചായിരുന്നു ഈ അപകടം സംഭവിക്കുന്നതും. നാടിനെ ആകെ, വെങ്കിടങ്ങ് സ്വദേശിയാണ്, വെങ്കിടങ്ങ് നാടിനെ ആകെ തന്നെ ഒരു നടുക്കത്തിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയാണ് ഇത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെയൊന്നും തന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. ഇത്തരത്തിൽ വിദേശത്ത് വെച്ച് ഇങ്ങനെ വിനോദസഞ്ചാരത്തിന് പോവുകയും
അവിടെ വെച്ച് ഇത്തരത്തിൽ മരണമടയുകയുമൊക്കെ ചെയ്യുന്ന ഒരു സംഭവം എന്നാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രവാസി ക്ഷേമ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതിനോടൊപ്പം തന്നെ നോർക്കയുടെ ഭാഗത്തു നിന്നും കൂടാതെ മലയാളി സമാജത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ സഹായങ്ങൾ ഉണ്ട്. അവരുമായെല്ലാം തന്നെ വീട്ടുകാർ നിരന്തരം ബന്ധപ്പെടുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഈ ജസ്നയുടെ ഭർത്താവിൻ്റെ വീടാണിത്. ജസ്നയുടെ ജനിച്ചു വളർന്ന വീടെന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ്. അപ്പോൾ ജസ്നയുടെ വീട്ടുകാരുമായൊക്കെ തന്നെ ഒരു സംസാരിച്ച ശേഷം അവരുടെ വീട്ടുകാരെ ഇന്നാണ് ഈ മരണവിവരം അറിയിച്ചിരിക്കുന്നത്. കാരണം അവരും വിദേശത്താണ് ഉള്ളത്. അപ്പോൾ അവരുമായെല്ലാം തന്നെ ചർച്ച നടത്തിയ ശേഷമായിരിക്കും തുടരുക. നമുക്ക് റിയോയുടെ കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരാം.